1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. പുതിയ രാജ്യം, പുതിയ സ്വപ്നം, പുതിയ നേതാവ്. ആ വേദിയിലേക്ക് ആദ്യം നടന്നു വന്നത് ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1964 വരെ 17 വർഷം രാജ്യം കൈപിടിച്ചു. 1964 നെഹ്റു വേദി വിട്ടു. രാജ്യം ഒരു നിമിഷം നിശബ്ദമായി. ആ ശൂന്യമായ കസേര കുറച്ചു ദിവസങ്ങൾ കാത്തുസൂക്ഷിച്ചത് ഗുൽസാരിലാൽ നന്ദ. പിന്നീട് 1964 വന്നു ഒരു ലളിതനായ മനുഷ്യൻ, ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 വരെ രാജ്യം നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന ശബ്ദം രാജ്യം മുഴുവൻ കേട്ടു. പക്ഷേ 1966 വിധി വീണ്ടും തിരിഞ്ഞു. കുറച്ചു ദിവസങ്ങൾ ഗുൽസാരിലാൽ നന്ദ കസേര കാത്തു. അതിനുശേഷം വേദിയിലേക്ക് കാൽ വെച്ചത് ശക്തമായ ഒരു സ്ത്രീ, ഇന്ദിരാഗാന്ധി. 1966 മുതൽ 1977 വരെ രാജ്യം ഇന്ദിരാഗാന്ധിയുടെ പേരിൽ മുഴങ്ങി. 1977 ജനം മാറ്റം എഴുതി. വന്നു മൊറാർജി ദേശായി. പക്ഷെ അധികം നീണ്ടില്ല, 1979 വരെ മാത്രം. അതിനുശേഷം ഒരു ചെറിയ അധ്യായം, ചരൺ സിംഗ്. 1979 മുതൽ 1980 വരെ. 1980 കഥ വീണ്ടും തിരിഞ്ഞു. ഇന്ദിര തിരികെ വത്തി. 1984 വരെ വീണ്ടും ഭരിച്ചു. ശേഷം പുതിയ തലമുറയുടെ മുഖം, രാജീവ് ഗാന്ധി. 1984 മുതൽ 1989 വരെ. 1989 മുതൽ കഥ വേഗം മാറി. VP സിംഗ് വന്നു. 1989 മുതൽ 90 വരെ. ചന്ദ്രശേഖർ വന്നു. 1990 മുതൽ 91 വരെ. പിന്നീട് സ്ഥിരമായി വന്നു PV നരസിംഹറാവു. 1991 മുതൽ 96 വരെ. 1996 കസേര വേഗം മാറി. അടൽ ബിഹാരി വാജ്പേയി വെറും 13 ദിവസം. പിന്നാലെ വന്നു HD ദേവഗൌഡ. 1996 മുതൽ 97 വരെ. പിന്നെ IK ഗുജ്റാൾ 1997 മുതൽ 98 വരെ. അതിനുശേഷം അടൽ ശക്തമായി തിരിച്ചു വന്നു. 1998 മുതൽ 2004 വരെ. പിന്നീട് ശാന്തനായ സാമ്പത്തിക വിദഗ്ധൻ മൻമോഹൻ സിംഗ്. 2004 മുതൽ 2014 വരെ. 2014 മുതൽ ഇന്ന് വരെ പുതിയ അധ്യായം എഴുതിയത് നരേന്ദ്രമോദി.